ഗൈസ്, നേരെ ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്കാണ് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനിയും മേടിക്കാനുണ്ടെന്നുള്ള ബോധം എല്ലാവർക്കും വന്നത്. ഫ്രണ്ട് സീറ്റ് അത് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഫ്രണ്ട് സീറ്റ് ഇരുന്നാൽ സ്ഥലങ്ങളെല്ലാം ആദ്യം കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പണ്ടെപ്പോഴോ ചേട്ടൻ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തതിന് ശേഷം അവിടെ ഇരുന്നില്ലെങ്കിൽ ഒരു രസക്കേടാണ്. ഇതുപോലുള്ള ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞു തരുന്ന ചേട്ടന്മാരെ നിങ്ങൾക്കുണ്ടോന്നറിയില്ല, പക്ഷെ എനിക്കുണ്ട്. ഈ കാണുന്നതൊന്നും അല്ല നമ്മൾ മേടിക്കാൻ പോകുന്നത്. ഇതൊക്കെ വെറുതെ ഒന്ന് കയറി നോക്കിയേ. എന്തോന്ന് കാണിക്കണേ? അവിടെ നമ്മൾ നേരെ മാളിലോട്ട് പോയി. പട്ടാഭിഷേക സിനിമയിൽ 10 കൊമ്പൻ്റെ ഒത്ത് നടുക്കിയിരിക്കുന്ന പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന പിടിയാനെ പോലെയായി നമ്മുടെ കാർ. 2 കൊമ്പന്മാർക്കിടയിൽപ്പെട്ട കുഞ്ഞു പിടിയാന. പ്രത്യേകിച്ച് ഒന്നും മേടിക്കില്ലെങ്കിൽ ഒരു ട്രോളി എടുക്കും. ഈ ട്രോളി എടുപ്പിക്കണം എന്തിനു അറിയും? ഒരു സാധനം അല്ലെങ്കിൽ 2 സാധനം മേടിക്കാൻ വരുന്നവന് ഈ ട്രോളിയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും 5-6 സാധനം മേടിച്ചുകൊണ്ട് വരും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഏറ്റവും അവസാനമായിരിക്കും. അതിൻ്റെ ഇടയിൽ പല പല സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു കൊതി തോന്നും. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് ഈ ട്രോളി നിറച്ചിട്ട് പിന്നെ തിരിച്ചിറങ്ങുള്ളൂ. ട്രോളിയുടെ ഒരു കുട്ടൻസ്. പിന്നെ ഈ മാളിൽ സമയം ക്ലോക്ക് കാണത്തില്ല, ജനലും കാണില്ല. കാര്യം ഇതിനകത്ത് കയറിയാൽ സമയം പോണത് അറിയാൻ പാടില്ല. ആർക്കും സംശയമൊന്നും ഇല്ലല്ലേ? ചേട്ടന് സ്വന്തം ഡയലോഗാ, സ്വന്തം. അമ്മയുടെ കാര്യം പിന്നെ പറയേ വേണ്ട. വീട്ടിൽ എത്ര തന്നെ ദോശ ഉണ്ടാക്കണ ചട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും അത് കാണുമ്പോഴത്തേക്ക് മാടമ്പള്ളിയിലെ നാഗവല്ലിയായി മാറും. മേടിച്ചു കൊടുത്തില്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന സാധനം തരൂല. എത്ര ലോഡ് സാധനം മേടിച്ചാലും അത് ഉരുട്ടാൻ കൂട്ടത്തിൽ ഒരാളെ മുന്നോട്ട് വരുള്ളൂ. ഈ കൂട്ടത്തിൽ ആ ഭാഗ്യവാൻ അച്ഛനാണ്. ഒരു സാധനം മേടിക്കാൻ വന്ന നമ്മളാ വീട്ടിലില്ലാന്നും പറഞ്ഞു ഉള്ളത് എന്നെ വീണ്ടും മേടിച്ചു. ഇവിടെ വന്ന് എത്ര രൂപയുടെ സാധനം മേടിച്ചത്? 5100 സംതിങ് രൂപയ്ക്ക് വാങ്ങി. 5100 സംതിങ് രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് വിചാരിച്ച സാധനം കിട്ടിയതുമില്ല. എന്നിട്ട് പാർക്കിംഗ് ഫീസ് സെപ്പറേറ്റ് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.